ഹൈറേഞ്ച് NSS യൂണിയന്റെ പേരുപയോഗിച്ച് നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ അപമാനിക്കുന്നു എന്ന ആരോപണം. യൂണിയന്റെ മുൻ പ്രസിഡന്റിന് ഇപ്പോൾ സംഘടനയുമായി ബന്ധമില്ല. NSS യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് 4 വർഷം മുൻപ് ഇദ്ദേഹത്തെ നീക്കം ചെയ്തതാണ്. 2022 ഹൈറേഞ്ച് യൂണിയന്റെ ഭരണം രജിസ്ട്രാർ ഏറ്റെടുക്കുകയും യൂണിയന്റെ ഭരണ നിർവഹണത്തിനായി 11-അംഗ അഡ്ഹോക് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുമുണ്ട്. ജനറൽ സെക്രട്ടറിയെ അപമാനിക്കാൻ തുടർന്നും ശ്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ KS അനിൽകുമാർ പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായി ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൈറേഞ്ച് NSS യൂണിയന്റെ പ്രവർത്തനം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് ഞാനാണ് യൂണിയൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ഇടയ്ക്കിടയ്ക്ക് ഓരോ മീറ്റിങ്ങുകൾ നടത്താറുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ആരും അത് വലിയ മുഖവിലക്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മീറ്റിങ്ങിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയത് ഞങ്ങൾ NSSന്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ശ്രീ G. സുകുമാരൻ നായർ സാറിനെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇത് ഹൈറേഞ്ച് NSS യൂണിയന്റെ മുഴുവൻ അഭിപ്രായമാണ് എന്നുള്ള ധ്വനിയിൽ ഇവിടുത്തെ ചില മുഖ്യധാര മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഹൈറേഞ്ച് NSS യൂണിയൻ ഇപ്പോഴും നായർ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായി NS ജനറൽ സെക്രട്ടറിയുടെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് അത് ഹൈറേഞ്ച് NSS യൂണിയന്റെ പേരിൽ നടത്തുമ്പോൾ ഇവിടെ വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള, കേരള സമൂഹത്തിൽ തന്നെ ഒരു വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം.